BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ മെയ് 25-നായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം നടന്നത്. തുടർന്ന് കേസിൽ 25 പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ കേസിൽ ജാമ്യം ലഭിച്ചവരുടെ എണ്ണം 16ആയി ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു കേസിൽ CPM നേതാവ് IB ബിനു അടക്കമുള്ള 6 പേർക്ക് കേരള ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. 68 ദിവസങ്ങളിലായി ഇവർ ജയിലിലാണെന്ന വസ്തുത കണക്കിലെടുത്തായിരുന്നു കോടതിയുടെ നടപടി. സെക്ഷൻസ് കോടതി 2 തവണ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നായിരുന്നു പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഇപ്പോൾ കേസിന്റെ ഗൗരവവും ഗൂഢാലോചനയും കണക്കിലെടുത്താണ് കൂടുതൽ SIമാരെയും CIOമാരെയും ഉൾപ്പെടുത്തിയ അന്വേഷണ സംഘം വിപുലീകരിക്കാൻ ഒരുങ്ങുന്നത്. ഉന്നത CPM നേതാക്കളെ ചോദ്യം ചെയ്യുന്നതിനാണ് അന്വേഷണ സംഘത്തിന്റെ ആലോചന. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയ്, മുൻ മന്ത്രി V ശിവൻകുട്ടി എന്നിവർക്ക് അടുത്ത ആഴ്ചകളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുന്നതുമായിരിക്കും. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നും അക്രമത്തിന് പിന്നിൽ ആസൂത്രിത ഇടപെടലുകളോ പ്രേരണയോ ഉണ്ടോ എന്നുമാണ് പ്രത്യേക സംഘം അന്വേഷിക്കുക. അതേസമയം CPM നേതാക്കളുടെ ഫോൺ കോളുകളുടെ സൈബർ ഫോറൻസിക് പരിശോധനാ ഫലമായിരിക്കും കേസിൽ നിർണായകമാകുന്നത്. ആക്രമണം നടന്ന സമയത്തും അതിനു മുമ്പും നടന്ന ആശയവിനിമയങ്ങൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഉടൻ തന്നെ കേസിൽ കൂടുതൽ വിപുലമായ അന്വേഷണം നടക്കുന്നതുമായിരിക്കും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.